എന്തൊക്കെയാണ് ഗാഡ്ഗിൽ കമ്മിറ്റിയെ ചൊല്ലി ഉയർന്നിട്ടുള്ള ആശങ്കകൾ? ആ ആശങ്കകൾ ഏറ്റവും നന്നായി പ്രതിനിധീകരിച്ചത് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലയോര ഭാഗത്തു നിന്നാണ്. അങ്ങ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കിട്ടിയെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം 2011 ഓഗസ്റ്റിൽ സമർപ്പിച്ച റിപ്പോർട്ട് അത് ജനങ്ങൾക്കോ ഇവിടെ പരിസ്ഥിതി പ്രവർത്തകർക്കോ സംലബ്ധമായില്ല. അതാകണമെങ്കിൽ ഡൽഹി ഹൈക്കോടതിയുടെ തീരുമാനം വേണ്ടി വന്നു. എന്തുകൊണ്ട് ഒരു കൊല്ലക്കാലം അത് പൂഴ്ത്തിവെച്ചു അല്ലെങ്കിൽ അത് സംലഭ്യമായില്ല എന്നുള്ള ചോദ്യം പലർക്കും ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അത് യുനെസ്കോയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് 19 പ്രദേശങ്ങൾക്ക് പൈതൃക പദവി യുനെസ്കോയുടെ കിട്ടാൻ വേണ്ടിയായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ഞാനത് പറയാല്ല. അങ്ങനെയാണെങ്കിൽ റിപ്പോർട്ട് കേരളത്തിലെയോ ഭാരതത്തിലോ ജനങ്ങൾക്ക് വേണ്ടി എഴുതിയതല്ല, യുനെസ്കോയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് എഴുതിയതാണ് എന്ന് പറയേണ്ടി വരും എന്നുള്ള ആശങ്കയാണുള്ളത്. ഞാനത് പറയാനുമല്ല പറഞ്ഞത്. അങ്ങനെ ഒരു ആശങ്ക കേരളത്തിലുള്ളവർക്കുണ്ടായി. അത് ഈ റിപ്പോർട്ടിനെ ബാധിക്കുന്ന ജനം താമസിക്കുന്ന സ്ഥലങ്ങളിനകത്തുണ്ട്. അത് കാഞ്ഞിരപ്പള്ളിയിലുണ്ട്, ഇടുക്കിയിലുണ്ട്, വയനാടിലുണ്ട്. അവിടെ ജനങ്ങൾ വസിക്കുന്ന സ്ഥലങ്ങളാണ് ഇങ്ങനെ എക്കണോമിയിൽ സെൻസിറ്റീവ് ഏരിയ എന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ളപ്പോൾ ആ ജനങ്ങളുമായി ഇത് വേണ്ട വിധത്തിൽ ചർച്ച ചെയ്തില്ല എന്നുള്ള ആരോപണമാണ് ഇത് ഗൗരവമായി എടുക്കാനുള്ളത്. നേരത്തെ പറഞ്ഞ യുനെസ്കോയുടെ പൈതൃക പദവി കിട്ടുന്നതും ഈ വിഷയം തമ്മിൽ എങ്ങനെയാണ് എന്തുകൊണ്ടോന്ന് ബന്ധപ്പെട്ടവർ പറയണം. എങ്ങനെയാണ് നമ്മുടെ ജലവൈദ്യുത പദ്ധതികളെ, നമ്മുടെ അണക്കെട്ടുകളെ, അതുവഴി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തെ എങ്ങനെയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ബാധിക്കുന്നത് എന്ന് സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാന വൈദ്യുത മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദിന് ചിലത് പറയാനുണ്ട്. അത് നമ്മൾക്ക് കാണാം. ഇപ്പോൾ 29% ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കുന്ന സ്റ്റേറ്റാണ് കേരളം. വേറെ ഒരു സ്റ്റേറ്റും ഇതുപോലെയല്ല. അപ്പം അങ്ങനത്തെ ഒരു സംസ്ഥാനം ഇനിയും കൂടുതൽ നിയന്ത്രണങ്ങൾ വരുമ്പം നമുക്ക് കുടിവെള്ളത്തിന് പോലും പ്രയാസമുണ്ടാവും. അപ്പം മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിൻ്റെ പവറിൻ്റെത് മാത്രമല്ല, ഇറിഗേഷന്, പിന്നെ അതുപോലെ തന്നെ കുടിവെള്ളം ഇത്യാദി കാര്യങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട്. ഇപ്പം 35 കൊല്ലം കഴിഞ്ഞ 50 കൊല്ലമാകുമ്പോഴേക്കും ഇതൊക്കെ ഡീകമ്മീഷൻ ചെയ്യണമെന്ന ഈ പ്രോജക്റ്റുകൾ. അപ്പോൾ ഇവിടെ കുടിവെള്ളമുണ്ടോ, ഇവിടെ കൃഷിയുണ്ടോ, ഇതൊന്നുമില്ല. അതേ അവസരത്തിൽ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതും ആവശ്യം. അതിന് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ കുറച്ചധികമായിപ്പോയി മാധവ് കമ്മീഷൻ്റെ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഈ വിഷയത്തിൽ നമ്മുടെ ജലവിഭവ മന്ത്രിയായിരുന്ന പ്രേമേന്ദ്രൻ സാറിൻ്റെ അഭിപ്രായം എന്താണ്? 35 മുതൽ 50 വർഷം വരെ പഴക്കമുള്ള ഡാമുകൾ ഡീകമ്മീഷൻ ചെയ്യണം എന്ന് സ്പെസിഫിക്കായി പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു തരത്തിലും ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിൽ സാങ്കേതികമായ തകരാറുകൾ കൊണ്ട് ഉപയോഗ്യമല്ലാതായി തീരുന്ന ഡാമുകൾ, ആ കാര്യങ്ങളെ സംബന്ധിച്ചാണ് മാധവ് ഗാഡ്ഗിൽ പരാമർശിച്ചിട്ടുള്ളത് എന്ന വ്യാഖ്യാനമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ 30 വർഷം പഴക്കമുള്ള മുഴുവൻ ഡാമും ഡീകമ്മീഷൻ ചെയ്യണമെന്ന ഒരു സ്പെസിഫിക് റെക്കമെൻഡേഷൻ നൽകാൻ അത്ര യുക്തിരഹിതമായി പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി ചിന്തിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആഴത്തിൽ ഈ പ്രശ്നം പരിശോധിച്ചിട്ടാണോ ബന്ധപ്പെട്ട ഭരണകർത്താക്കൾ പോലും ബഹുമാനപ്പെട്ട ശ്രീ ആര്യാടൻ മുഹമ്മദ് അദ്ദേഹം സൂചിപ്പിച്ചപ്പോൾ ഞാൻ കേട്ടപ്പോൾ ഞെട്ടി. കുടിവെള്ളത്തിനും ഇറിഗേഷനും പ്രശ്നമുണ്ടാകുമെന്നാണ്. കുടിവെള്ളത്തിനും ഇറിഗേഷനും പ്രശ്നമുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പശ്ചിമഘട്ട മലനിരകളുടെ ശോഷണമാണ്. ഈ കാർമേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ പെയ്യിച്ചും നിയതമായ കാലാവസ്ഥ നൽകിയും കേരളത്തിന്, നമ്മുടെ നാടിനെ സമ്പന്നമാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ശോഷണമാണ് മഴക്കുറവിനും കുടിവെള്ളക്ഷാമത്തിനും കൃഷിക്കാവശ്യമായിട്ടുള്ള ജലസേവന സൗകര്യവും നഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അല്ലാതെ ഡാമുകൾ ഉണ്ടായതുകൊണ്ടല്ല. ഡാമുകൾ ഉണ്ടായതിൻ്റെ ഒരുപാട് പ്രത്യാഘാതങ്ങളും ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ തീർച്ചയായും. ഇങ്ങനൊരു പ്രശ്നം ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഇത്തരം പ്രശ്നം ഉന്നയിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ബഹുമാനപ്പെട്ട അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ ഈ പ്രശ്നത്തെ കണ്ണടച്ചല്ല ഞങ്ങൾ ഈ പ്രശ്നത്തെ സമീപിക്കുന്നത്. ഈ പ്രശ്നത്തെ സമീപിക്കുന്നത് തീർച്ചയായും ഒരു കാര്യം, ഇതിൽ വളരെ വിപുലമായ തോതിലുള്ള ജനകീയ ചർച്ച ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന നേരത്തെ അച്ഛൻ്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. കാരണം ഇവരൊരു അക്കാഡമിക് സ്റ്റഡി, ഒരുപക്ഷെ സയൻറ്റിഫിക് മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കാം അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാകും. പക്ഷേ ഒരു താഴെ തലത്തിൽ, ഇപ്പോൾ സാധാരണ കോമൺ മാസ്, അവരെ സംബന്ധിച്ചിടത്തോളം അവരോടുള്ള ഒരു ഇൻട്രാക്ഷൻ എത്രമാത്രം ഫലപ്രദമായി നടന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ അവരിൽ തന്നെ അനാവശ്യമായിട്ടുള്ള ആശങ്കയും ഉത്കണ്ഠയും ഇതിൻ്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുണ്ട്.
അപ്പോൾ തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ ഒരു നല്ല ഡിബേറ്റ് ഉണ്ടാകണം, ചർച്ചയുണ്ടാകണം, കല്ലും നെല്ലും നല്ലതുപോലെ വേർതിരിച്ചറിയാൻ കഴിയണം. ആ വ്യക്തതയോടുകൂടി ഈ റിപ്പോർട്ട് നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അതിലൊന്ന് ഡാമിൻ്റെ പ്രശ്നം, കുടിയൊഴിപ്പിക്കലിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ മേഖല തിരിക്കുമ്പോഴുണ്ടാകുന്ന അതിരുകളുടെ നിർണ്ണയവും. അതും ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ഇപ്പോൾ നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചു, സോണുകളായി വേർതിരിച്ചു. ആ സോണുകളായി മേഖലകളായി വേർതിരിച്ചിരിക്കുന്നതിൻ്റെ അതിരുകൾ പുനർനിർണ്ണയിക്കാനുള്ള അവകാശവും അധികാരവും ഈ പറയുന്ന രൂപീകരിക്കപ്പെടുന്ന അതോറിറ്റികളും അതുപോലെ ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമസഭ അടക്കമുള്ള സമിതികൾക്കുണ്ട്. അതും റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിൽ വ്യക്തതയാണ് വരുത്തേണ്ടത്. ആ വ്യക്തത വരുത്തി റിപ്പോർട്ട് നടപ്പാക്കുകയാണ് വേണ്ടത്. എനിക്ക് ചോദിക്കാനുള്ളത് വിജയൻ സാറിനോടാണ്. അതായത് ഇവിടെ ഇപ്പം ഡീകമ്മീഷൻ എന്ന വാക്കിനെ കുറിച്ചുള്ള ഒരു തർക്കം നടന്നു. ആ ഡീകമ്മീഷൻ എന്ന് പറയുന്ന ഡിസ്ട്രക്ഷനാണ്, ഡിമോളിഷിംഗ് ആണോ, അതോ അതിൻ്റെ സ്റ്റഡി തുടങ്ങുന്ന സമയം തൊട്ട് ഡീകമ്മീഷനായിട്ട് കണക്കാക്കൂ? ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു പോയിന്റ്. ഡീകമ്മീഷൻ എന്ന് പറഞ്ഞപ്പോൾ പൊതുവെ ധരിച്ചിരിക്കുന്നത് ഡാം മുഴുവൻ പൊട്ടിച്ച് കളയണമെന്നുള്ളൊരു ഫീലിംഗാണ്. അതല്ല. ഡീകമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചുരുങ്ങിയത് ഒരു 8-10 വർഷം എടുക്കും ഡീകമ്മീഷൻ ഒരു ഡാം ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതിൽ 2 പോയിൻ്റ് പ്രേമേന്ദ്ര സാർ പറഞ്ഞു കഴിഞ്ഞു. അത് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. 5-6 പാരാമീറ്റേഴ്സ് നമ്മൾ നോക്കണം. ഒന്ന് സ്ട്രക്ചറൽ സേഫ്റ്റി ഓഫ് ദി ഡാം, ഒന്ന് അത് നോക്കണം. പിന്നെ ഒന്ന് സാർ പറഞ്ഞ പോലെ ഈ ഡാം കെട്ടിയപ്പോൾ അതിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു, ആ പർപ്പസ് സർവ് ചെയ്യണുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. 2. 3, ഈ ഡാം ഇപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ചിലവഴിക്കുന്ന പൈസയും അതുകൊണ്ട് കിട്ടുന്ന ഗുണവും തമ്മിലൊന്ന് ഇത് ബാലൻസ് ചെയ്ത് നോക്കണം. ഇതുകൊണ്ട് ലാഭമുണ്ടോ നഷ്ടമുണ്ടോ എന്ന് നോക്കണം. 4, ഇതുകൊണ്ടുണ്ടാകുന്ന ഇക്കോളജിക്കൽ ഡാമേജൊക്കെ നോക്കണം. ഇതെല്ലാം കൂടെ നോക്കിയിട്ട് ഒരു തീരുമാനം എടുക്കേണ്ടത് ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയാണ്. ഗാഡ്ഗിൽ കമ്മിറ്റി 30 തൊട്ട് 50 വർഷം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണത്. അതിവിടെ ഫോളോ ചെയ്യണമെന്നൊരു നിയമം ഇതില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല അതിൽ. ഇനി അഥവാ ഇതാണ് ആ സ്റ്റാൻഡേർഡ്, 30-50 ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് നമുക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാൻ, വേണമെങ്കിൽ വേണ്ട. പക്ഷേ അതിൻ്റെ ബേസിക് പാരാമീറ്റേഴ്സ് ഞാനീ പറഞ്ഞ 4 സിൽട്ട് ഫോർമേഷനാണ് ഏറ്റവും വലിയൊരു സംഗതി. ഇതൊക്കെ കൂടെ നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. അപ്പോൾ ഡാം പൊട്ടിച്ച് ഇത് വന്നു കഴിഞ്ഞാൽ ഡാമെല്ലാം പൊട്ടിച്ച് കളയണമെന്ന് പറയുന്നത് അത് മനസ്സിലാക്കാതെ വന്നുകൊണ്ട് ഒരു പ്രശ്നമാണ്, അല്ലാണ്ട് അതിനകത്ത് പ്രശ്നമില്ല. ഗാഡ്ഗിൽ കമ്മിറ്റി മുഴുവൻ ഒരു റെക്കമെൻഡേറ്ററിയാണ്, ഇതൊരു ലോ അല്ല, റെക്കമെൻഡേഷനാണ്. റെക്കമെൻഡേഷൻ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ആ റെക്കമെൻഡേഷൻ അക്സെപ്റ്റ് ചെയ്യേണ്ടത് പഞ്ചായത്താണെന്ന് ഈ പറഞ്ഞിരിക്കുന്നത്. പഞ്ചായത്താണ് തീരുമാനിക്കേണ്ടത്, അൾട്ടിമേറ്റ്ലി പഞ്ചായത്ത് തീരുമാനിക്കണം. സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയൺ ഖനനം, അതിനെക്കുറിച്ച് ജനങ്ങൾ ഒട്ടും ബോധവാന്മാരല്ല. പ്രത്യേകിച്ച് കോഴിക്കോട് അത്തോളി പഞ്ചായത്തിലെ അന്നശ്ശേരി എന്ന സ്ഥലത്ത് ഒരു കുന്നുണ്ട്, വനാണ്, ഫുൾ നല്ലൊരു വനം തന്നെയാണ്. ആ വനം ഇപ്പോൾ ഒട്ടും തന്നെ ഇല്ലയെന്ന് തന്നെ പറയാം. അത് വള്ളിക്കാട്ടുകാവ് എന്നാണ് അതിൻ്റെ പേര്. അത് ഈ അയൺ ഖനനം മൂലം പൂർണ്ണമായി നശിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്താണ് എന്നുള്ളത് ഒന്ന് വിവരിക്കാവോ? ഒരു പ്രധാന സംഗതി, അയൺ ഖനനം എവിടെയൊക്കെ ഉണ്ടോ അവിടെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഒരുപാടുണ്ട്. ഒന്ന്, ജനങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നം വരും. എന്താ പറയുക, പൊല്യൂഷൻ ഭയങ്കരമാണ്, ആസ്മ അതുപോലെയുള്ള പ്രശ്നങ്ങൾ വരും. 2, അവിടെയുള്ള വെള്ളം, ഒരുപാട് വെള്ളം വേണം അതിന്. എനിക്കതിൻ്റെ കണക്ക് പറഞ്ഞാൽ ഒരുപാട് വെള്ളം വേണം ഇത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് അയൺ ഓർ എടുക്കുന്നതിന്. പക്ഷേ ഇതുവരെയും ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് സ്റ്റഡി ചെയ്തിട്ടില്ല. ഒരു ക്യുമുലേറ്റീവ് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ആഘാതം എത്രയാണ്, മനുഷ്യനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് ഇതൊന്നും ഇതുവരെ സ്റ്റഡി ചെയ്തിട്ടില്ല. അപ്പം നമ്മളതിൽ പറഞ്ഞിരിക്കുന്നത് അത്തരം ഒരു സ്റ്റഡി ചെയ്യാതെ ചെയ്യുന്നത് വരെ അവിടെ ഒരു മോണറ്റോറിയം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മൊറട്ടോറിയം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇത് ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും കർഷകർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്, എന്താണ് അവരുടെ ആശങ്കകൾ, കർഷകർ തന്നെ സംസാരിക്കുന്നത് നമ്മൾക്ക് കാണാം. ആരാണ് ഇവിടെ രാസവളങ്ങളും രാസകീടനാശികളും ഉപയോഗിച്ചുള്ള കൃഷി ഇവിടെ പ്രചരിപ്പിച്ചതാരാ? ഗവൺമെൻറ് തന്നെയല്ലേ ജനങ്ങളെ ഇത് പഠിപ്പിച്ചത്? അങ്ങനെ ഉണ്ടായ ഒരു കൃഷി 5 കൊല്ലം കൊണ്ട് നിർത്തണമെന്ന് പറഞ്ഞാലോ അതിന് കൂടുതൽ സമയം വേണം. എൻ്റെ രണ്ടാമത്തെ ചോദ്യം, ഈ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ജൈവ കൃഷി അതിന് വേണ്ട ഉപാധികൾ ഗവൺമെൻറ് കണ്ടെത്തിയിട്ടുണ്ടോ? എല്ലാ രോഗങ്ങൾക്കുള്ള ജൈവ പ്രതിവിധികൾ കണ്ടെത്തിയിട്ടുണ്ടോ?
1, 2, 3 രോഗങ്ങളല്ലല്ലോ ഉള്ളത്. ഒരു 25, 30 ഇനം രോഗങ്ങൾക്ക്, കാർഷിക രോഗങ്ങൾക്ക് പ്രതിവിധി കാണണ്ടേ? ഏലത്തിന് തന്നെ 21 രോഗങ്ങളുണ്ട്. അവയിൽ 1, 2 രോഗങ്ങൾക്ക് ജൈവ കീടനാശിനികളുണ്ട്. ബാക്കിയുള്ളതിന് നമ്മൾ എന്തു ചെയ്യും? ഇത് ജൈവ കൃഷിയിലേക്ക് മാറ്റിയ ഉൽപാദനക്ഷമത പെട്ടെന്ന് താഴും. അങ്ങനെ ഉൽപാദനക്ഷമത താഴുകയും കൃഷിക്കാരന് നഷ്ടം വരികയും ചെയ്താൽ അത് കോമ്പൻസേറ്റ് ചെയ്യണ്ടേ? ഏത് ഏജൻസി അത് കോമ്പൻസേറ്റ് ചെയ്യും? അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള വല്ല നിർദ്ദേശങ്ങളും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. വസ്തുതകൾ പഠിക്കാതെ ഭൂമിയിലേക്ക് ഇറങ്ങി അന്വേഷണം നടത്താതെ തയ്യാറാക്കിയ റിപ്പോർട്ടാണിത്. ഇത് ബാംഗ്ലൂരിലെ സുഖവാസ കേന്ദ്രത്തിൽ ഇരുന്ന് റിപ്പോർട്ട് എഴുതിയാൽ ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങളുമായി ഇത് പൊരുത്തപ്പെടുകയില്ല എന്നാണ് ഞങ്ങളുടെ ആക്ഷേപം. വയനാട് ജില്ല പൂർണ്ണമായും സോൺ ഫസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. വയനാട് ജില്ലയിൽ മൂപ്പേനാടും അമ്പലവയലും മുട്ടിലും ഒഴിച്ച് ബാക്കി എല്ലാ പ്രദേശങ്ങളും സോൺ ഫസ്റ്റിൽ ഉൾപ്പെടുന്നു. സോൺ ഫസ്റ്റിലുള്ള നിയന്ത്രണങ്ങൾ കാർഷിക മേഖലയെ വളരെയധികം ഗുരുതരമായി ബാധിക്കുന്നൊരു നിയന്ത്രണങ്ങളാണ്. ഒന്നാമത്തെ നിയന്ത്രണം അതിൽ പറഞ്ഞിരിക്കുന്നത് 30% കൂടുതൽ ചെരിവുള്ള പ്രദേശങ്ങളിൽ ഇടവിളകൾ ആനുവൽ ക്രോപ്സ് ചെയ്യാൻ പാടില്ല എന്ന്. വയനാട് എന്ന് പറയുന്നത് തോട്ടവിളകളും ഈ പറയുന്ന ഇടവിളകളും സമ്മിശ്രമായി ചെയ്യുന്ന ഒരു വയനാട് ജില്ലയാണ്. അപ്പം 30% ചെരിഞ്ഞ പ്രദേശങ്ങളാണ് വയനാട്ടിലെ വയൽ ഒഴിച്ച് ബാക്കി എല്ലാ ഭൂപ്രദേശങ്ങളും. അപ്പം തോട്ടവിളയിലുള്ള വിലത്തകർച്ച വന്നപ്പോൾ കർഷകൻ പിടിച്ചു നിന്നത് ഇടവിള ചെയ്തിട്ടാണ്. CPM സെൻട്രൽ സെക്രട്ടേറിയറ്റിൻ്റെതായി ഒരു പ്രസ്താവന വന്നിരുന്നു. അതിൽ ഇതേ അർത്ഥത്തിലുള്ള വികാരങ്ങൾ, വീക്ഷണങ്ങളാണ് പ്രകടിപ്പിക്കപ്പെട്ടത്. അതിനർത്ഥം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം വേണ്ടത്ര ഗൗരവബുദ്ധിയോടുകൂടിയല്ല ഈ വിഷയത്തെ സമീപിക്കുന്നത്. അല്ലെങ്കിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്താണ് എന്ന് അറിഞ്ഞിട്ടല്ല അവർ പ്രതികരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കേട്ടുകേൾവി അടിസ്ഥാനമാക്കിയാണ് ഈ പ്രതികരണം. പൊതുവെ രാഷ്ട്രീയ നേതൃത്വം ഈ പ്രശ്നത്തെ ഗൗരവബുദ്ധിയോടുകൂടി സമീപിച്ചിട്ടില്ല എന്ന ആക്ഷേപം തന്നെയാണ് എനിക്കുള്ളത്. കാരണം ഉപരിതലത്തിൽ നിന്നുകൊണ്ട് പ്രശ്നങ്ങളെ സമീപിച്ചാൽ ഉണ്ടാകുന്ന ആപൽക്കരമായ സൂചനകളാണ് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് പരാമർശിക്കപ്പെട്ടത്. വളരെ വിചിത്രമായ ഒരു വസ്തുത, തത്സമയ സംപ്രേക്ഷണമില്ലായിരുന്നത് കൊണ്ട് നമ്മളാരും പറഞ്ഞില്ല. കേരള നിയമസഭയിൽ ഒരു നിയമസഭാംഗം പ്രസംഗിച്ചത്, ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ചർച്ചയിൽ പ്രസംഗിച്ചത്, ശബരിമല സന്നിധാനത്തെയും അയ്യപ്പൻ്റെ പൂങ്കാവനത്തെയും തകർക്കാൻ വേണ്ടി തമിഴ്നാട് ആസൂത്രിതമായി ചെയ്യുന്ന ഗൂഢാലോചനയാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നിയമസഭയിൽ പ്രസംഗിച്ചു, രേഖയുണ്ട്. അപ്പോൾ എത്ര വികലമായിട്ടാണ് ഈ പ്രശ്നത്തെ അല്ലെങ്കിൽ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തെ കാണുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇവിടെ നേരത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കർഷകൻ നേരത്തെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അത് വളരെ ജെനുവിനായിട്ടുള്ള ആശങ്കയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ആഴത്തിലൊരു പരിശോധന, സൂക്ഷ്മമായ ഒരു പഠനം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വരുന്ന ആശങ്കകൾ, ആ ആശങ്കകൾ ദൂരീകരിച്ചുകൊണ്ട് ക്രിയാത്മകമായ സമീപനത്തോടുകൂടി ഇതെങ്ങനെ നടപ്പാക്കാൻ കഴിയുമെന്ന ഒരു പോസിറ്റീവ് തിങ്കിങ്ങിന് പകരം തുടക്കം മുതൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഡിസ്കഷനാണ്, ചർച്ചയാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടായത്. മൊത്തത്തിൽ കേരളത്തിലെ എല്ലാ വികസന ചർച്ചകളിലും ഇങ്ങനെയൊരു പ്രശ്നം അല്ല, ഇത് വികസന വിരുദ്ധ നിലപാട് എന്ന നിലയിലാണല്ലോ പലപ്പോഴും വികസനോന്മുഖ കാഴ്ചപ്പാടുള്ളവർ വികസന വിരുദ്ധന്മാർ എന്ന നിലയിൽ ചിത്രീകരിക്കുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ കേരളത്തിൻ്റെ പരിസ്ഥിതി പ്രവർത്തനം വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ കൃഷിക്കാരൻ തന്നെ പറഞ്ഞതുപോലെ ചരിവ് സ്ഥലങ്ങളിൽ ചേന, ചേമ്പ് കൃഷി, ഇഞ്ചി, മഞ്ഞൾ ഇതൊന്നും കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുമെന്ന് വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ആശങ്കകളുണ്ട്. അതുപോലെ തന്നെ രാസവസ്തുക്കളൊന്നും ഉപയോഗിക്കാതെ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെയുണ്ട്. അങ്ങനെയുള്ളിടത്ത് ഈ വക നമ്മുടെ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ആശങ്കകൾ, ആ ആശങ്കകൾ ഗൗരവമായി എടുക്കണം. ഇതിന് അനുകൂലമായി പലപ്പോഴും ഉയർന്നു വരാറുള്ളൊരു വാദം, അതായത് ഗാഡ്ഗിൽ കമ്മിറ്റിയെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യം, നാട്ടിൽ നേരത്തെ തന്നെ നിലവിലുള്ള നിയമങ്ങൾക്ക് അകത്ത് നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നത്. അല്ലാതെ പുതിയ എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് അല്ല ഗാഡ്ഗിൽ കമ്മിറ്റിയുടേത്. ഒരു ഉദാഹരണത്തിന് സോൺ 1 ജനിതക വിളകൾ പാടില്ല എന്ന ഒരു നിർദ്ദേശം ഇതിലുള്ളതായി പറയുന്നു. അത് നേരത്തെ തന്നെ കേരളം അംഗീകരിച്ച ഒരു നയമാണ്. സോൺ 1 മൊത്തം വെസ്റ്റേൺ ഗാർഡ്സിൽ പാടില്ല. അത് നേരത്തെ കേരളം അത് അംഗീകരിച്ചിട്ടുണ്ട് ഈ നയം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 1974 വാട്ടർ ആക്ട്, 1981 എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട്, ഇങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സംഗതി മാത്രമാണ്. അല്ലാതെ പുതുതായി ഒന്നും ഇല്ല എന്നാണ് അതിനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത്. അതിൽ സജീവ് ഫാദർ പോൾ തലക്കാട്ട് പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം അത് ജനങ്ങളുടെ മുന്നിൽ എത്താൻ ഒത്തിരി വൈകിയത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു.
ഇത് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ പ്രശ്നമാണ്. ഇത് കമ്മിറ്റിയുടെ ഒരു പ്രശ്നമല്ല. കമ്മിറ്റിയെ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിനുശേഷം അതിന് മുകളിലുള്ള മുഴുവൻ കാര്യങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിൻ്റേതായിരുന്നു. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന് മുന്നിൽ വന്ന സവിശേഷമായ 2 പ്രോജക്റ്റുകൾ, ഒന്ന് അതിരപ്പള്ളി പ്രോജക്റ്റും മറ്റൊന്ന് കർണാടകത്തിലുള്ള ഗുണ്ടിയ എന്ന് പറഞ്ഞ പ്രോജക്റ്റിനെക്കുറിച്ചിട്ടുള്ള അന്തിമ തീരുമാനം എന്നുള്ള നിലക്കുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. കമ്മിറ്റിയെ സംബന്ധിച്ചിട്ട് പശ്ചിമഘട്ട മലനിരകൾ 6 സംസ്ഥാനത്തിൽ അടങ്ങുന്ന മുഴുവൻ പശ്ചിമഘട്ട പ്രദേശങ്ങളിലുള്ള ആളുകളെടുത്ത് സംസാരിക്കുക എന്നുള്ളത് ഈ സമയപരിധിക്കുള്ളിൽ സാധ്യമായിട്ടുള്ള കാര്യം. ഇതൊരു എക്സ്പെർട്ട് പാനലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിരപ്പള്ളിയിൽ നേരിട്ട് സന്ദർശനം നടത്തുകയും അവിടുത്തെ ആളുകളുടെ വികാരം മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ആ തരത്തിലുള്ള പ്രവർത്തനം മറ്റു സ്ഥലത്ത് എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ അതിരപ്പള്ളി അല്ലാതെ മറ്റേത് സ്ഥലങ്ങളിലാണ് കമ്മീഷൻ ഇങ്ങനെ സിറ്റിംഗ് നടത്തുക? അങ്ങനെ കമ്മീഷൻ സംബന്ധിച്ചിട്ട് ധാരാളം സിറ്റിങ്ങുകൾ നടന്നിട്ടുണ്ട്. ഏകദേശം 42ഓളം സവിശേഷമായ റിസർച്ച് പ്രോജക്റ്റുകൾ കമ്മീഷൻ ചെയ്തിട്ട് നമുക്ക് വിവരങ്ങൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ സവിശേഷമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ധാരാളം സിറ്റിങ്സ് കേരളത്തിൻ്റെ പല ഭാഗത്തും ഈ പശ്ചിമഘട്ട മേഖലകളിൽ പല സ്ഥലത്തും നടന്നിട്ടുണ്ട്. ആ തരത്തിൽ അത് വളരെ സുതാര്യമായി, അതിൻ്റെ എല്ലാ മിനിറ്റ്സും നമുക്ക് വെബ്സൈറ്റിൽ വായിക്കാവുന്ന അത്ര സുതാര്യമായി അത് പോവുകയും ചെയ്തിരുന്നു. എൻ്റെ ഒരു ചെറിയ സംശയം, ആറന്മുള വിമാനത്താവളത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോജക്റ്റ് ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്. കേരള നിയമസഭാ സമിതി, കേരള നിയമസഭ നിയോഗിച്ച സമിതി ആറന്മുളയിൽ പോയിട്ട് തെളിവെടുപ്പിന് പോയ സമയത്ത് അവിടെ വന്നു ചേർന്നിട്ടുള്ള 100-500 ആളുകളിൽ മുഴുവൻ ആളുകളും ആവശ്യപ്പെട്ടത് ആ പദ്ധതി പാടില്ല എന്നായിരുന്നു. അവിടെയുള്ള മുഴുവൻ ആളുകളും ഒരാൾ പോലും അതിനെ അനുകൂലിച്ച് സംസാരിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആറന്മുള വിമാനത്താവളം വരാൻ പോകുന്നതാണ്. ഇതിനെങ്ങനെയാണ് ജനാധിപത്യം എന്ന് വിളിക്കുന്നത്? എൻ്റെ സംശയം അതാണ്. വളരെ ബേസിക്കായിട്ട് ഡെമോക്രസി എന്ന് പറയുന്ന കാര്യം എന്താ? അതിരപ്പള്ളി പ്രോജക്റ്റിൻ്റെ സമയത്ത് ഗാഡ്ഗിൽ കമ്മിറ്റി അതിരപ്പള്ളിയിൽ വന്നിട്ട് തെളിവെടുപ്പ് നടന്ന സമയത്ത് ആദിവാസികളടക്കുന്ന അവിടെ പഞ്ചായത്ത് അംഗങ്ങളടക്കമുള്ള മുഴുവൻ ജനങ്ങളും അവിടെ വന്ന് അവരുടെ മുന്നിൽ സംസാരിക്കേണ്ടായി. ആദിവാസികൾ ചോദിച്ച ചോദ്യം ഇതാണ്. കാടർ സമുദായത്തിൽപ്പെട്ട ആദിവാസി, നമ്മൾ 3ാമത്തെ സ്ഥലത്താണ് വന്ന് താമസിക്കുന്നത്. അതിരപ്പള്ളി പ്രോജക്റ്റ് എന്ന് പറയുന്നത് ചാലക്കുടി പുഴയിലുള്ള 1ാമത്തെ ഡാം അല്ല, 7ാമത്തെ ഡാമാണ്. 6 ഡാമുകൾ വന്നു കഴിഞ്ഞു. ഈ ഓരോ ഡാമുകൾ വരുന്ന സമയത്ത് അവിടുന്ന് മാറി 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 താമസിച്ച് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് 3ാമത്തെ സ്ഥലത്താണ്. ഇനി ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് അവർ ചോദിച്ചു. ഒരാൾ പോലും അതിരപ്പള്ളി പദ്ധതിയെ അനുകൂലിച്ച് സംസാരിച്ചിട്ടില്ല. ഇത് നമ്മൾ കേട്ടു, അതിരപ്പള്ളി പദ്ധതി വരണം. ഇതിനാണോ ജനാധിപത്യം എന്ന് പറയുന്നത്? ഈ തെരഞ്ഞെടുത്ത് വിട്ട ആളുകൾ അവിടെ ജീവിക്കുന്ന സാമാന്യ മനുഷ്യൻ്റെ വികാരം മനസ്സിലാക്കാതെ തീരുമാനങ്ങൾ എടുക്കുകയും നിയമമായി മാറുകയും ആ നിയമം വന്നു വീഴുകയും ചെയ്യുന്ന ഈ കാലത്ത് ഇത് നിയമമല്ല, നിർദ്ദേശങ്ങൾ മാത്രമാണ്. ഈ നിർദ്ദേശങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ക്രൂരമാണ്. ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച യഥാർത്ഥത്തിൽ ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാസങ്ങൾക്ക് ശേഷമാണ് റിപ്പോർട്ട് ജനങ്ങൾക്ക് പൊതുവായി ലഭിച്ചത്. അതുതന്നെ വിവരാവകാശ പ്രവർത്തകരുടെ കൃത്യമായ ഇടപെടലും പിന്നീട് നിയമ പോരാട്ടവും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ നേരത്തെ തേലക്കാട്ടിൽ ചോദിച്ചൊരു കാര്യമുണ്ട്, യുനെസ്കോയുടെ പൈതൃക പ്രദേശ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും ബന്ധം ഈ വിജയൻ സാറിനോടാണ് ചോദിച്ചത്. ഈ റിപ്പോർട്ട് ഡിലേ ആക്കാനുള്ളതിൻ്റെ കാരണം ഞങ്ങളല്ല. റിപ്പോർട്ട് 31 ഓഗസ്റ്റ് 31 കൊടുത്തു. അത് ഗവൺമെൻറ് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു. ജയറാം രമേശായിരുന്നെങ്കിൽ അന്ന് തന്നെ അത് ഇട്ടാനെ, വെബ്സൈറ്റിൽ ഇട്ടാനെ. ഞങ്ങൾ വിചാരിച്ചത് ഈ റിപ്പോർട്ട് ആദ്യം പ്ലാൻ ചെയ്യുന്നത് റിപ്പോർട്ടിൻ്റെ ഡ്രാഫ്റ്റ് വെബ്സൈറ്റിൽ ഇട്ടിട്ട് 1 മാസം കൊടുത്ത് കമൻറ്റ്സ് വാങ്ങി ഫൈനലൈസ് ചെയ്ത് കൊടുക്കാനായിരുന്നു ഒറിജിനൽ പ്ലാൻ. അതിനുള്ള സമയം കിട്ടിയില്ല, അത്രേ ഉള്ളൂ. അതിൽ യുനെസ്കോ ഒന്നും വരുന്നേ ഇല്ല. യുനെസ്കോ ചെയ്തത് തെറ്റാണെന്ന് ഞങ്ങളുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ജനങ്ങളായിട്ട് കൂടിയാലോചിക്കേണ്ടാണ് യുനെസ്കോയുടെ ആ സജഷൻ പോയിരിക്കുന്നത്. അത് തെറ്റായി പോകുന്നത് നമ്മുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. യുനെസ്കോ ആയിട്ട് നമുക്ക് യാതൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല അതിനകത്ത്. അത് എങ്ങനെ യുനെസ്കോ ഇതിൽ കൊണ്ടുവന്ന് എനിക്കറിയില്ല. ഞാനതിനൊരു സാറേ ഒരു തെറ്റിദ്ധാരണയാകാം. ചില സമൂഹത്തിലെ ചില ഭാഗങ്ങളിൽ അങ്ങനെ ഒരു പ്രചാരണം ഉണ്ടായിട്ടുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. വൈദേശികമായ ചില ഫണ്ടമെൻ്റലിസ്റ്റ് എക്കോളജിക്കാരുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല, എനിക്കറിയാവുന്നതാണ്. അവരുടെ സമ്മർദ്ദവും ഒക്കെ ഈ ഗാഡ്ഗിൽ കമ്മീഷൻ്റെ റിപ്പോർട്ടിലേക്ക് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് കരുതുന്നവർ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. അതങ്ങനെ ഉണ്ടായിട്ടുണ്ടോയെന്ന് പറയാനല്ല പറയുന്നത്. അങ്ങനെയുള്ള ആശങ്കകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്താലും അതിൻ്റെ അറയിലൊക്കെ അടിയിനെ അന്വേഷിച്ച് അങ്ങനെയുള്ള സാധനം ഇത് പറയുന്ന ഒരു പ്രവണതയുള്ള കാലഘട്ടത്തിൽ അങ്ങനെയും ഇതിനകത്ത് ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മുടെ ജനകീയമായ അത് ഇവിടെ നമുക്ക് സാറ് ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യത്തിൽ ഒരു സത്യമുണ്ടെന്നുള്ള കാര്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ
ആ ജനങ്ങളുടെ വികാരങ്ങളെ സർക്കാർ നമ്മുടെ ജനപ്രതിനിധികൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു പ്രതിസന്ധിയുണ്ട്. പക്ഷേ ആ വിധത്തിൽ നമ്മൾ കരുതിക്കൊണ്ട് ജനപ്രതിനിധികളെ നമുക്ക് മാറ്റി നിർത്തിയിട്ട് നമുക്ക് കുറേ ശാസ്ത്രജ്ഞന്മാർ മാത്രമായിരുന്ന കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യവും നമ്മൾ നേരിടേണ്ടതാണ്. ഞാൻ മനസ്സിലാക്കിയിരിക്കണം, ഇടുക്കി ജില്ലയിലെ പല പ്രദേശങ്ങളും 45-50% അത്ര തന്നെ ചെരിവുള്ള പ്രദേശങ്ങളാണ്. അവിടെയെല്ലാം ജീവിതം കരിപ്പിടിപ്പിച്ച ഈ ജനവിഭാഗത്തിന് ഒരു ബദൽ സംവിധാനം ഇല്ലാതെ കണ്ട് ഇത്തരം ഒരു കരാർ നടപ്പാക്കിയാൽ അവരുന്നയിക്കുന്ന ആശങ്കകൾ ശരിയല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അദ്ദേഹം ഉന്നയിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളതും ഇടുക്കി, കാഞ്ഞിരപ്പള്ളി, വയനാട് പ്രദേശത്തെ കൃഷിക്കാർക്കാണ്. ആ കൃഷിക്കാരുടെ ജീവിതത്തെ വളരെയേറെ ദോഷകരമായി ബാധിക്കുമെന്ന ഒരു ചിന്തയാണ്. നമ്മൾ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പട്ടണങ്ങളിലുള്ള ആളുകളെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത്, മറിച്ച് പരിസ്ഥിതിയിൽ ഏറ്റവും വ്യാപകമായി മണ്ണിനോട് ഏറ്റവും ബന്ധപ്പെട്ട് മണ്ണും ജീവിതവുമായി ബന്ധപ്പെട്ട് കൃഷിയും കന്നുകാലികളും പച്ചക്കറികളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന കൃഷിക്കാരുടെ ജീവിതം നമ്മൾ പരിഗണിക്കണം. അവരെ ഒഴിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പരിസ്ഥിതി സംരക്ഷിക്കാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്ന് എനിക്കറിയില്ല. അവർക്കുണ്ടാകുന്ന ആശങ്കകൾ. ഒരു കാര്യം എനിക്ക് അച്ഛനോട് പറയാനുള്ളത്, പേജ് നമ്പർ 42 തുടങ്ങി 48 വരെയാണ് പ്രധാന റെക്കമെൻഡേഷൻസ് കൊടുത്തിരിക്കുന്നത്. അതൊന്നുകൂടി ഒന്ന് വായിക്കണം എന്നുള്ളത്. കാരണം ഈ മൊത്തം റിപ്പോർട്ടിൽ തന്നെ കൃഷിക്കാർക്കെതിരായിട്ടൊരു സെൻറ്റൻസ് ഇല്ല. ഞാനത് എടുത്തെടുത്ത് പറയുന്നു. ഇത് മുഴുവൻ കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോൺ 1-ലായാലും കൃഷി ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൃഷി അവിടെ നടന്നിരിക്കും. അത് നിർത്താൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ആ കൃഷി ഓർഗാനിക് ആക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജൈവ കൃഷിയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരാഴ്ച കൊണ്ട് മാറ്റണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. സോൺ 1-ലാണെങ്കിൽ 5 വർഷം കൊണ്ടും, സോൺ 2-ലാണെങ്കിൽ 8 വർഷം കൊണ്ടും, സോൺ 3-ലാണെങ്കിൽ 10 വർഷം കൊണ്ടും മാറ്റണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ അങ്ങനെ മാറ്റുമ്പോൾ അവർക്കുണ്ടാകാവുന്ന നഷ്ടപരിഹാരം ഉണ്ടാകണമെന്നില്ല. എൻ്റെ അനുഭവത്തിലില്ല. കാരണം ഞാൻ ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ ചെയർമാനായിരുന്നപ്പോൾ ഒരു മോഡൽ കൃഷി ചെയ്ത് നോക്കിയ ആളാണ്. നഷ്ടം വരില്ല. ഇത്തിരി വിളവ് കുറയും, പക്ഷേ അവർക്ക് നഷ്ടം വരില്ല. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിപ്പോൾ പറയുന്നില്ല. അപ്പോൾ അഥവാ നഷ്ടം വരികയാണെങ്കിൽ ആ നഷ്ടപരിഹാരം ഗവൺമെൻറ് കൊടുക്കണമെന്ന് വ്യക്തമായിട്ട് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ, അത് എടുത്ത് ഞാൻ പറയുന്നത് വായിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആശങ്കക്ക് വകയില്ല. പിന്നെ ഇത് കൂടാണ്ട് കൃഷിക്കാർ ഇപ്പോൾ നമ്മുടെ പരമ്പരാഗതമായ വിത്തുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ധനസഹായം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദീർഘകാല വിളകൾ ചെരിവുകളിൽ പാടില്ല എന്നൊരു അത് പറയാം. അത് 30% കൂടുതൽ ചരിവുള്ള സ്ഥലത്ത് ഹ്രസ്വകാല വിളകൾ ഡിസ്കറേജ് ചെയ്യണം, ദീർഘകാല വിളകൾ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഹ്രസ്വകാല വിളകൾ ഇപ്പോൾ ചേമ്പ് എന്നൊക്കെ പറഞ്ഞല്ലോ അച്ഛൻ, അത് വന്നു കഴിഞ്ഞാൽ മണ്ണൊലിപ്പ് കൂടും. അത് കർഷകരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ പറയാം, മണ്ണൊലിപ്പ് കുറയണമെങ്കിൽ ദീർഘകാല വിളകൾ കൊണ്ടുവരണം. അത് കർഷകരുടെ താല്പര്യമാണ്. അതല്ല കർഷകർ പറയുകയാണ് ഇത് വേണ്ട ഞങ്ങളിത് ചെയ്യുള്ളൂ എന്ന് വെച്ചാൽ അതാണ് നിലനിൽക്കാൻ പോകുന്നത്. ഇല്ല, ഇതിനകത്ത് ക്ലാരിറ്റി വരുത്തേണ്ട ഒരു പ്രശ്നം ആണ്. ഈ പറയുന്ന ഒന്ന് സോണാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആശങ്ക. ഇപ്പോൾ ഒരു കർഷകൻ ഉന്നയിച്ച ജനുവിനായിട്ടുള്ള ആശങ്ക നേരത്തെ ഒരു കർഷകൻ ഉന്നയിച്ചത്. ഇതിൽ എന്ത് പ്രോത്സാഹിപ്പിക്കപ്പെടണം, എന്ത് നിരുത്സാഹപ്പെടുത്തണമെന്ന് തീരുമാനിക്കുന്നത് ഗ്രാമസഭ, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത്. ഇത് ആരുടെ കാർമ്മികത്വത്തിന് കീഴിൽ? സംസ്ഥാന തലത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള പരിസ്ഥിതി അതോറിറ്റി, അതുപോലെ ജില്ലാതലത്തിലുള്ള പരിസ്ഥിതി സമിതി, കേന്ദ്ര പരിസ്ഥിതി അല്ലെങ്കിൽ പശ്ചിമഘട്ട പരിസ്ഥിതി അതോറിറ്റി ഉൾപ്പെടെയുള്ള ജനകീയ സമിതികളുമായി കൂടിയാലോചിച്ചിട്ടാണ്. അപ്പോൾ ശരിക്കും ഒരു വികേന്ദ്രീകൃത ആസൂത്രണ വികസന പ്രക്രിയയാണ് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്ന വികസന സമീപനം തന്നെ. പക്ഷേ ഈ പറഞ്ഞ കൂട്ട് നേരത്തെ പറഞ്ഞതാണ്, ഇപ്പോൾ ക്ലാരിഫൈ ചെയ്തപ്പോഴാണ് എനിക്കും സത്യത്തിൽ ബോധ്യപ്പെടുന്നത്. അപ്പോൾ ഈ തരത്തിൽ വലിയ രൂപത്തിലുള്ള ആശങ്ക, ഇപ്പോൾ ചരിവിൽ കൃഷി ചെയ്യാൻ പാടില്ല, നിലവിലുള്ള കൃഷി രീതികൾ മാറ്റണം. ശരിയാണ്, ജൈവ കൃഷി എന്ന് പറയുന്നത് കേരളത്തിൽ പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. പശ്ചിമഘട്ട മേഖലയിൽ ജൈവ കൃഷി പൂർണ്ണമായ തോതിൽ മാറ്റിയെടുക്കണമെന്നുള്ളത് കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പൊതുവായ ഒരു കാഴ്ചപ്പാടാണ്, പൊതുവായ സമീപനമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൃഷിക്കാരന്, ഇപ്പോൾ ഒരു പരിഷ്കാരത്തിൻ്റെ ഭാഗമായി കൃഷിക്കാരന് നഷ്ടം സംഭവിച്ചാൽ ആ നഷ്ടം ഏറ്റെടുക്കാനും പരിഹാരം നൽകാനും സ്വാഭാവികമായിട്ടും സർക്കാർ ബാധ്യസ്ഥമാണ്. ഈ നിലയിലുള്ള ക്ലാരിഫിക്കേഷൻസാണ് സത്യത്തിൽ ഇന്ന് അനിവാര്യം എന്നതാണ് ഈ പറഞ്ഞ ഞാനടക്കമുള്ള ഓർഡിനറി ലേമാനെ സംബന്ധിച്ചിടത്തോളമുള്ള സംശയങ്ങൾ. ഈ രൂപത്തിലുള്ള സംശയങ്ങളാണ്. ഇത് ദൂരീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ജനകീയമായ ഇടപെടൽ
ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള പ്രശ്നം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. കൃഷി ചെയ്യുന്ന ആളുകൾ സ്വന്തം ആവശ്യത്തിന് കീടനാശിനി തളിക്കാത്ത വിളകളുണ്ടാക്കുകയും വിൽക്കാനായിട്ട് കീടനാശിനി തളിച്ച വിളകളുണ്ടാക്കുകയും ചെയ്യുന്ന കേരളത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാൻ. ഇടുക്കി ജില്ലയിൽ ഒരു കാലമുണ്ടായിരുന്നു, വെള്ളം എന്നുള്ളത് സർവത്ര കിട്ടിയിരുന്നൊരു സമയമുണ്ടായിരുന്നു. ധാരാളം ഉറവകളുണ്ടാവും. ഓസ് എടുത്തിട്ട് കറക്റ്റായിട്ടൊന്ന് പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏത് മുറ്റത്തും വെള്ളം എത്തുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഇടുക്കിയിൽ. ഇന്ന് ഇടുക്കിയിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും കുടിവെള്ളം വണ്ടിയിൽ വിതരണം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തി. ഇതിനെന്താണ് പരിഹാരം? ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നമുക്ക് തള്ളിക്കളയാം, വേണ്ടെന്ന് വെക്കാം. പകരം എന്ത് ചെയ്യും? അവിടെ ജീവിക്കുന്ന കർഷകരടക്കമുള്ള മുഴുവൻ ജനങ്ങൾക്കും എന്താണ് മറുപടി? എത്ര നാൾ ഇതേപോലെ ജീവിക്കാൻ പറ്റും? ഇടുക്കിയിലെ പല മേഖലകളിലും മഴയില്ലാതായിരിക്കണം, മഴ പെയ്യാതായിരിക്കണം, അവിടത്തേക്ക് കുടിവെള്ളം അങ്ങോട്ട് കൊണ്ടേ കൊടുക്കേണ്ട അവസ്ഥയായിരിക്കണം. എറണാകുളം പോലെയുള്ള, ഇത് ഇടുക്കിയുടെ മാത്രം പ്രശ്നമല്ല, എറണാകുളം പോലെയുള്ള മേഖലകളിൽ നമ്മൾ റോട്ടിൽ നോക്കിയാൽ അറിയാം, പകൽ മുഴുവൻ ഇടനാടൻ കുന്നുകൾ ഇടിച്ച് നിരത്തി ലോറിയിലാക്കി എറണാകുളത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. രാത്രിയായാൽ ഇതേപോലെ ലോറിയിൽ വെള്ളം എറണാകുളത്തുള്ള ഫ്ലാറ്റുകളിലേക്കും വീടുകളിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ മറ്റൊരു സ്ഥലത്തു നിന്ന് വെള്ളവും എത്തിച്ച് കയറിനകത്താണുള്ള മണ്ണും എത്തിക്കൊണ്ട് ICUവിൽ ജീവിക്കുന്ന പോലെ ജീവിക്കുന്ന ഒരു അവസ്ഥയെ അപ്പുറത്തേക്ക് മറികടക്കാനായിട്ടുള്ള വളരെ ശ്രദ്ധേയമായൊരു റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്ര ദുർബലമായിട്ടുള്ള വാദങ്ങൾ മുന്നിൽ വെക്കുന്നത്. 57 നിർദ്ദേശങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് സവിശേഷമായി പഠിച്ചു നോക്കുമ്പോൾ എല്ലാവരും, കത്തോലിക്ക സഭയുടെ ആയാലും രാഷ്ട്രീയ പാർട്ടികളുടെ ആയാലും വിമർശനങ്ങളെല്ലാം നോക്കുമ്പോൾ പോലും 57 നിർദ്ദേശങ്ങളിൽ 10 താഴെ നിർദ്ദേശങ്ങളോട് മാത്രമേ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ. എന്തുകൊണ്ട് ബാക്കി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നില്ല? പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ തിരുവനന്തപുരത്ത് വന്ന സമയത്ത് കസ്തൂരി രംഗൻ കമ്മിറ്റിയെ വെച്ചതിനെ അദ്ദേഹം വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതായി പത്രങ്ങളിൽ നമ്മൾക്ക് വായിക്കാൻ കഴിഞ്ഞത്, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ സത്തയെ ചോർത്തിക്കളയാനുള്ള ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വന്ന പ്രസ്താവന. അതായത് ജനങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി, ജനങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കാൻ വേണ്ടി കസ്തൂരി രംഗൻ കമ്മിറ്റിയെ വെച്ചതിനെ സഹിഷ്ണുതാപൂർവ്വം ഉൾക്കൊള്ളാൻ യഥാർത്ഥത്തിൽ ഗാഡ്ഗിൽ കമ്മിറ്റിക്ക് കഴിയാത്തൊരു പ്രശ്നമുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ നേരത്തെ അച്ഛൻ ഉന്നയിച്ച ഈ പരിസ്ഥിതി മൗലികവാദം സംബന്ധിച്ച ഒരു സംശയം യഥാർത്ഥത്തിൽ വരുന്നത്. പശ്ചിമഘട്ട മലനിരകളിൽ പല സ്ഥലത്തും കാട്ടുപന്നി പ്രശ്നമായി മാറിയിട്ടുണ്ട്. പല സ്ഥലത്തും അത് വലിയ തോതിലുള്ള കൃഷിനാശം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ അതിൻ്റെ എണ്ണത്തെക്കുറിച്ചിട്ടുള്ള, അതിൻ്റെ എണ്ണം വല്ലാതെ ക്രമാതീതമായി വർദ്ധിക്കുന്ന പ്രദേശത്ത് അതിനെ കള്ള് ചെയ്ത് മാറ്റണം. കള്ളിങ് എന്ന് പറയുന്നത് വൈൽഡ് ലൈഫിൽ പോപ്പുലേഷനെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനമാണ്. അതിനെ എണ്ണം കുറയ്ക്കണം, അതിനെ ഇല്ലാതാക്കണം, അതിൻ്റെ എണ്ണം കുറച്ചുകൊണ്ട് പ്രശ്നമില്ലാതാക്കണം എന്ന് ഈ റിപ്പോർട്ടിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പരിസ്ഥിതി മൗലികവാദി ഒരു കാലത്ത് പറയുന്നൊരു വാക്കല്ല അത്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് അങ്ങനെ മൗലികവാദപരമായ കാര്യങ്ങളല്ല ഉള്ളത്. കൃത്യമായും ശാസ്ത്രീയമായി ശരിയെന്ന് തോന്നുന്ന രീതിയിൽ ഈ പ്രദേശത്തെ എങ്ങനെയാണ് മുന്നോട്ട്, നമുക്ക് മാത്രമല്ല, ഇപ്പോൾ ജീവിക്കുന്ന മനുഷ്യർക്ക് മാത്രമല്ല, നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ധാരാളം ജീവജാലങ്ങളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടും ഇനി നമുക്ക് വരാൻ പോകുന്ന പുതിയ പുതിയ തലമുറകൾക്ക് വേണ്ടിയിട്ടും സൂക്ഷിച്ചു വെക്കണം എന്നുള്ള നിലക്കുള്ള ഒരു കാഴ്ചപ്പാടാണ് റിപ്പോർട്ട് മുന്നിലേക്ക് വെക്കുന്നത്. ഈ റിപ്പോർട്ട് നമ്മൾ നടപ്പിലാക്കിയിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മുടെ മക്കളെ നടപ്പിലാക്കിക്കോളും. അത്രമാത്രം പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗാഡ്ഗിൽ കമ്മിറ്റി തന്നെ ആവശ്യപ്പെടുന്നത് ഈ വിഷയകമായി വ്യാപക ചർച്ചകൾ നടക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. മീഡിയ വൺ കേരള സമ്മിറ്റിൻ്റെ 1ാമത്തെ എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഫോർ ദി ടൈം ബീയിങ് വി ആർ സൈനിങ് ഓഫ്.